Hi guys, welcome to Varanaries Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മൾ ഇന്ന് ലിമിറ്റ് ബ്രേക്കർ സീരീസിലൊരു ന്യൂ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കലണ്ടർ എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കലണ്ടർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് SSCക്ക് ആണെങ്കിലും റെയിൽവേക്ക് ആണെങ്കിലും ഒരേപോലെ യൂസ്ഫുൾ ആണ് ഈ കലണ്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ കലണ്ടർ എന്ന് പറയുന്നത്. സോ ആ ഒരു സീരീസ് നിങ്ങൾക്ക് ഇത്രയും നാൾ ബേസിക്സ് എല്ലാം ക്ലിയർ ആവാത്തവർ, കലണ്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു വീഡിയോയിലൂടെ തന്നെ, ഈ ഒരു സീരീസിലൂടെ തന്നെ നിങ്ങളുടെ ബേസിക്സ് നല്ല രീതിയിൽ കവർ ആവുന്നതാണ്. സോ നമുക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതെന്ന് പറഞ്ഞാൽ കലണ്ടർ എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കലണ്ടറിൽ വരുന്നതെന്ന് വെച്ചാൽ ഇയർ ആണ് അല്ലേ. സോ ഒരു വർഷമാണ് ഒരു കലണ്ടറിൽ എടുക്കുകയാണെങ്കിൽ വർഷങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഈ വർഷത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് നോർമൽ ഇയർ എന്നും ഒന്ന് ലീപ്പ് ഇയർ എന്നും തിരിക്കാം. സോ നോർമൽ ഇയർ എന്ന് പറയുന്നത് 365 ദിവസങ്ങൾ വരുന്നതാണ് നോർമൽ ഇയർ എന്ന് പറയുന്നത്. ലീപ്പ് ഇയർ ആകുമ്പോൾ ഒരു ഡേയും കൂടെ അഡീഷണൽ വരും. നമ്മുടെ ഈ 2024 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയർ ആണ് അല്ലേ. അതെന്ന് വെച്ചാൽ ഒരു ഡേയും കൂടെ അഡീഷണൽ വരുന്നതാണ്. ദാറ്റ് ഈസ് February 29 കൂടെ അഡീഷണൽ വരുന്നതാണ്. സോ നോർമൽ ഇയർ ആണെങ്കിൽ അവിടെ 365 ദിവസവും, ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ദിവസങ്ങളുമാണ് വരുന്നത്. ഇനി നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ ഇയേഴ്സിൽ നോക്കുവാണെങ്കിൽ ലീപ്പ് ഇയർ 2024 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. ഇനി ലീപ്പ് ഇയർ, നോർമൽ ഇയർ, ദെൻ ഇനി ഒരു വീക്ക് എന്ന് പറയുന്നത്, 1 വീക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 7 days ആണ് അല്ലേ. 1 വീക്ക് എന്ന് പറയുന്നത് 7 days ആണ്. ഒരു വീക്ക് 7 ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ 365 ദിവസങ്ങൾ, 365 ദിവസത്തിൽ എത്ര വീക്കുണ്ട്? 52 വീക്കും എന്താണ്, ഒരു ദിവസം അഡീഷണൽ ആയിട്ടുണ്ട് അല്ലേ. 365 ദിവസവും ഒരു ദിവസം അഡീഷണൽ ആയിട്ടുണ്ട്. 366 ആണെങ്കിലോ, 366 ഡേ ആണെങ്കിൽ 52 വീക്കും 2 ദിവസവും അഡീഷണൽ ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഓഡ് ഡേ എന്നാണ് ഇതിന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരെണ്ണം ഒഴിഞ്ഞു നിൽക്കുന്നു, ആ ഒരു ഇതാണ് ഓഡ് ഡേ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു നോർമൽ ഇയറിൽ ഒരു ഓഡ് ഡേയും ദെൻ ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സും ആയിരിക്കും വരുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പേഴ്സിനെ 365 എന്ന് പറയുന്നതാണ് അവിടുത്തെ എത്ര ദിവസം ഉണ്ടെന്ന് പറയുന്നത്. ആ ദിവസങ്ങളെ 52 വീക്കുകളും ഒരു ദിവസം എന്താണ് ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കും. ആ ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്നതാണ് എന്ത്, അവിടുത്തെ ഓഡ് ഡേ എന്ന് പറയുന്നത് അല്ലേ. സോ ഈ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഇനി നമുക്ക് ലീപ്പ് ഇയർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യമേ നോർമൽ ഇയറും ലീപ്പ് ഇയറും ഒന്നും ഉണ്ട്. പക്ഷേ ലീപ്പ് ഇയർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഫസ്റ്റ്. ഇത് ലീപ്പ് ഇയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എല്ലാ വർഷങ്ങളും, 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എല്ലാ വർഷങ്ങളും എന്താണ്, ലീപ്പ് ഇയേഴ്സ് ആണ്. 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഈ 2024 എന്താണ്, ലീപ്പ് ഇയർ ആണ്. കാരണം 2024 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. 4ൻ്റെ മൾട്ടിപ്പിൾ നമുക്കറിയാം, ലാസ്റ്റ് 2 ഡിജിറ്റ് ജസ്റ്റ് നോക്കിയാൽ മതി. സോ ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ് നോർമൽ ഇയർ ആൻഡ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. സോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തിനും നമുക്ക് ഓരോ കോഡുകളുണ്ട്. നമ്മളതങ്ങനെ പഠിച്ചു വെക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സൺഡേ ആണെങ്കിൽ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം 7 ദിവസങ്ങളുണ്ടാകും. 7 days ആണ് നമുക്കുള്ളത്. 7 days ഉണ്ട്. അതിൽ സൺഡേ ആണെങ്കിൽ നമ്മുടെ കോഡ് എത്രയാണ്? 0 ആണ് അല്ലേ. സൺഡേ ആണെങ്കിൽ 0. മൺഡേ ആണെങ്കിൽ നമുക്ക് വരുന്നത് കോഡ് 1 ആണ്. ട്യൂസ്ഡേ 2, അങ്ങനെ പോയി സാറ്റർഡേ എന്ന് പറഞ്ഞാൽ 6 എന്ന് വരും. നമ്മളിത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നമ്മൾ ഓർത്തിരുന്നാൽ മതി. സൺഡേ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ 6ൽ അവസാനിക്കുന്നു. 7 ദിവസങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെഞ്ച്വറീസ് ആണ്. സെഞ്ച്വറീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വർഷങ്ങൾ എന്ന് വെച്ചാൽ 1999 അല്ലെങ്കിൽ 2000 എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെഞ്ച്വറീസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100 സെഞ്ച്വറി, 200 സെഞ്ച്വറി, 300, ആ ഒരു രീതിയിലായിരുന്നു. സോ ഇവിടെ സെഞ്ച്വറീസിന് ഒരു കോഡുണ്ട്. നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഒരു സെഞ്ച്വറിയിൽ എത്ര, നമ്മളറിയാം നോർമൽ ഇയറിലും ലീപ്പ് ഇയറിലും എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നറിയാം. നോർമൽ ഇയർ ആണെങ്കിൽ ഒരു ഓഡ് ഡേയും ലീപ്പ് ഇയർ ആണെങ്കിൽ എത്രയാണ്? 2 ഓഡ് ഡേയും ആണുള്ളത്. എന്നാൽ സെഞ്ച്വറീസിൽ എങ്ങനെ? 100 വർഷത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ട്? 5 ഓഡ് ഡേകളുണ്ട്. 100 വർഷത്തിൽ 5 ഓഡ് ഡേ. 200 വർഷമാണെങ്കിൽ അത് 3 ഓഡ് ഡേ ആയിട്ട് മാറും. 200 വർഷം എന്ന് പറഞ്ഞാൽ 3 ഓഡ് ഡേ. 300 വർഷമാണെങ്കിൽ എത്രയാണ്? 1 ഓഡ് ഡേ ആയി മാറും. അതേപോലെ 400 വർഷമാണെങ്കിൽ ഓഡ് ഡേയ്സ് ഒന്നുമില്ല, 0 ആണ്. സോ ഈ ഒരു രീതി പഠിച്ചു വയ്ക്കുക. 100, 200, 300, 400 എന്ന് പറയുന്നത് 5 ഓഡ് ഡേ, 3 ഓഡ് ഡേ, 1 ഓഡ് ഡേ ആൻഡ് 0 ഓഡ് ഡേയ്സ്.
സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാറുണ്ട്. കുറച്ച് ടൈപ്പുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. 3 ടൈപ്പുകളാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്നും ആയിട്ട് അടുത്ത സീരീസിൽ അടുത്ത സെഷനിൽ നമ്മൾ പോകുന്നതാണ്. സോ നമ്മൾ നോക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഓരോ ടൈപ്പായിട്ട് വരുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇഫ് ദ 10th day of a month having 30 days is Tuesday, then what is the day will be the last day of the same month? ഏത് ഡേ ആണ് ലാസ്റ്റ് ഡേ, ആ സെയിം മന്തിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്? ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് 10 ഏതോ ഒരു ഡേയിലെ 10ാമത്തെ ദിവസം, 10th ഡേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്യൂസ്ഡേ ആണെന്ന് പറഞ്ഞല്ലേ. 10ാമത്തെ ദിവസം ട്യൂസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 30 ദിവസം വരുന്ന ഒരു മന്തിൽ, 30 ഡേയ്സ് വരുന്ന ഒരു മന്തിൽ എത്രയായിരിക്കും അതിൻ്റെ? സോ ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ 10ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ ആണ്. ഇതിൻ്റെ കൂടെ ഒരു 7 ആഡ് ചെയ്തപ്പോൾ വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരു വീക്ക് കംപ്ലീറ്റ് ആവുമെന്നല്ലേ, ഒരു +7 ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 17 വരും അല്ലേ. ഒരു വീക്ക് ഇതായി, അത് എന്തായിരിക്കും? ട്യൂസ്ഡേ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ 10 ആണ്, 10ൻ്റെ കൂടെ ഒരു 7 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും എന്താണ്? ആ 17ാമത്തതും എന്തായിരിക്കും? ട്യൂസ്ഡേ തന്നെ ആയിരിക്കും. ഇനി വീണ്ടും ഞാനൊരു 7 ആഡ് ചെയ്യുന്നു. 7 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 24 എന്ന് വരുന്നു. അതും എന്തായിരിക്കും? ഒരു ട്യൂസ്ഡേ ആയിരിക്കും. സോ 10ൻ്റെ കൂടെ ആദ്യമേ ഒരു 7 ആഡ് ചെയ്യുന്നു, വീണ്ടും 17ൻ്റെ കൂടെ വീണ്ടും ഒരു 7 ആഡ് ചെയ്യുന്നു, അപ്പോഴും ഒരു വീക്ക് കംപ്ലീറ്റ് ആവുന്നു. സോ അതും എന്താണ്? ട്യൂസ്ഡേ തന്നെയാണ്. ഇനി വീണ്ടും ഞാൻ 7 ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? എനിക്ക് 31 എന്നാണ് വരുന്നത് അല്ലേ, 31 എന്നാണ് വരുന്നത്. ഈ 31 എന്താണ്? 31th ഇതെന്താണ്? 31 എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വരുന്ന അതും ട്യൂസ്ഡേ ആയിട്ട് വരും. 31th ഡേയും ട്യൂസ്ഡേ ആയിട്ട് തന്നെ വരും. പക്ഷെ നോക്കി, നമുക്ക് 31 ദിവസം ഉണ്ടോ? ഇല്ല, നമുക്ക് 30 ദിവസമേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചേക്കുന്ന ഏറ്റവും ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഏത് ഡേ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഏത് ഡേയിലാണ് വരുന്നതെന്നാണ്. സോ ഇവിടെ നോക്കുമ്പോൾ 31 ആണെങ്കിൽ എനിക്ക് ട്യൂസ്ഡേ വരും. സോ അപ്പം 30 അല്ലേ ഏറ്റവും അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ, അപ്പം 30 എന്തായിട്ട് വരും? 30 മൺഡേ ആയിട്ട് വരും അല്ലേ. സോ മൺഡേ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 7 റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. 7 റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് സെയിം ഡേ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 10 ആണ്, അതിൻ്റെ കൂടെ ഒരു 7 ആഡ് ചെയ്തു, 17 എന്ന് പറയുന്നത് ട്യൂസ്ഡേ. ദെൻ വീണ്ടും ഒരു 7 ആഡ് ചെയ്തു, അതെന്ന് പറയുന്നത് ട്യൂസ്ഡേ. 24 ട്യൂസ്ഡേ തന്നെ ആയിരിക്കും, 31 ട്യൂസ്ഡേ തന്നെ ആയിരിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് നോക്കുവാണ്, ഇന്ന് 19 ആണ് അല്ലേ, ഇന്ന് 19 ആണ്. ഇതിൻ്റെ കൂടെ ഒരു 7 ആഡ് ചെയ്ത് വരുമ്പോൾ എത്രയാണ് വരുന്നത്? അടുത്ത് 26 ആണ് വരുന്നത് അല്ലേ. 26 എന്ത് തന്നെ ആയിരിക്കും? ഈ ദിവസം തന്നെ ആയിരിക്കും, മൺഡേ തന്നെ ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റാണ് കലണ്ടറിൽ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് വരാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ നമുക്കൊരു ക്ലാസ്, ഒരു സർക്കിൾ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ ആൻഡ് ഒരു മോക്ക് ഇൻ്റർവ്യൂ ആണ് നമ്മുടെ വരാൻഡ റേസ് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അഡ്മിഷൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഉണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈനിന് വേണ്ടിയിട്ട് അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് രണ്ടാമത്തെ ഒരു ടൈപ്പ്, ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഇനി ഒരു രണ്ടാമത്തെ ടൈപ്പ് എന്ന് നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേ തരും, ഒരു ഡേ തരും. 24 ഒക്ടോബർ 2011 എന്ന് പറയുന്നത്, 24 ഒക്ടോബർ 2011 എന്ന് പറയുന്നത് ഏത് ഡേ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ആദ്യമേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾ ഓരോ വർഷമായിട്ട് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ഇപ്പോൾ 100 വർഷം, അവിടെ എത്ര ഓഡ് ഡേ ഉണ്ട്? 5 ഓഡ് ഡേയ്സ് ഉണ്ട് അല്ലേ. 200 വർഷമാണെങ്കിൽ 3 ഓഡ് ഡേ. 300 ആണെങ്കിൽ എത്രയാണ്? 1. ആൻഡ് 400 ആണെങ്കിൽ എത്രയാണ്? 0. സോ ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത് അല്ലേ. നോക്കി 100 ആണെങ്കിൽ 5, 200 ആണെങ്കിൽ 3, 300 ആണെങ്കിൽ 1, ദെൻ 400 ആണെങ്കിൽ 0. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഓഡ് ഡേയ്സ് പോയേക്കുന്നത്. സോ അത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ 24 ഒക്ടോബർ എന്താണ്? 24 ഒക്ടോബർ 2011 എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. സോ ആദ്യമേ ചെയ്യേണ്ടത് ഈ 24 ഒക്ടോബറിനെ ഒന്ന് തിരിക്കുക. ഞാൻ ഈ 24 ഒക്ടോബറിനെ 2000 ആയിട്ടും പിന്നെ 11 വർഷങ്ങളായിട്ടും തിരിച്ചു.
2011 2000 11 വർഷങ്ങളായിട്ടും തിരിച്ചു. ഇനി ഈ 2000 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ 400 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് പറഞ്ഞു. ഇനി 400ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എന്ത് വന്നാലും അത് 0 തന്നെ ആയിരിക്കും. ഓഡ് ഡേ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ 400ൻ്റെ മൾട്ടിപ്പിളായിട്ട് 800 എടുത്ത് 800 വർഷമാണെങ്കിലും അതെന്തായിരിക്കും 0 തന്നെ ആയിരിക്കും അവിടുത്തെ ഓഡ് ഡേ. ഇനിയിപ്പോൾ 500 വർഷം എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ 500 ഇയേഴ്സ് എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? 500നെ എനിക്ക് 400 + 100 എന്ന് എഴുതിക്കൂടെ? 400 + 100 എന്ന് എഴുതാം. 400 എന്ന് പറയുന്നതിൻ്റെ ഓഡ് ഡേ എത്രയാണ്? 0 ആണ്. 100 എന്ന് പറയുന്നതിൻ്റെ ഓഡ് ഡേ എത്രയാണ്? എത്രയാണ്? 5 ആണ്. സോ അവിടെ 5 ഓഡ് ഡേയ്സ് ആണ് വരുന്നത് അല്ലേ? 5 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ഒക്ടോബർ 2011 എന്ന് പറയുന്നത്. 24 ഒക്ടോബർ 2011 എന്താണെന്നാണ്. ഞാൻ അതിനെ 2011നെ ഞാൻ 2 തിരിച്ചു, 2000 ആയിട്ടും പിന്നെ 11 വർഷങ്ങളായിട്ടും തിരിച്ചു. ഇനി ഈ 11 വർഷത്തെ ഞാൻ വീണ്ടും ഒന്നും കൂടെ തിരിക്കുവാണ്. 10 വർഷമായിട്ടും ബാക്കിയുള്ള എത്രയാണ്? 11 വർഷം കംപ്ലീറ്റ് ഇല്ല. സോ അതെന്ന് പറഞ്ഞാൽ 24 ഒക്ടോബർ 2011 വരെ എത്തി അല്ലേ? 24 ഒക്ടോബർ 2011 വരെ എത്തി. ഇനി മറ്റേത് 2000 ഇയർ. ഇനി ഞാൻ പറഞ്ഞു ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓഡ് ഡേ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2000 എന്ന് പറയുന്നതിൽ ഞാൻ പറഞ്ഞു 400ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നത് എല്ലാ ഇയേഴ്സിലും ഓഡ് ഡേ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടുത്തെ ഓഡ് ഡേ എന്ന് പറയുന്നത് ഓഡ് ഡേ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 0 ആണ്. ഇവിടെ വരുമ്പോൾ 10 വർഷത്തെ എനിക്ക് 2 ആയിട്ട്, അതിൽ നോർമൽ ഇയറും വരും ലീപ്പ് ഇയറും വരും. എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ 10നെ 10 / 4 ചെയ്തു. അവിടെ എത്രയാണോ നമുക്ക് എന്ത് കോഷ്യൻ്റ് വരുന്നത് അതായിരിക്കും അവിടുത്തെ എത്ര ലീപ്പ് ഇയർ ഉണ്ട്. അപ്പോൾ ഇവിടെ 2 വർഷമാണ് ഇവിടെ വരുന്നത്. 2 ലീപ്പ് ഇയേഴ്സ് ആണ് വരുന്നത്. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 2ഉം നോർമൽ ഇയർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 8ഉം ആയിരിക്കും നോർമൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, 2 എണ്ണമായിരിക്കും ലീപ്പ് ഇയറിലും 8 എണ്ണമായിരിക്കും നോർമൽ ഇയറിലും വരുന്നത്. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇനി ഒരു ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കാം. എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 2 ഓഡ് ഡേയ്സ് ആണുള്ളത്. സോ ഇവിടെ എന്ത് ചെയ്യുക? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എനിക്ക് വീണ്ടും ഓഡ് ഡേ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ആകുമ്പോൾ 4 വരും. സോ ഇവിടെ 4 ഓഡ് ഡേ വരും. ഇവിടെയാണെങ്കിൽ ഇൻറ്റു 1 ആണ്, ദാറ്റ് ഈസ് 8 ഓഡ് ഡേയ്സ് തന്നെയാണ് വരുന്നത്. സോ ഇവിടെ ടോട്ടൽ 12 ഓഡ് ഡേയ്സ് ആയി അല്ലേ? സോ 12 ഓഡ് ഡേ ആയി. 12 ഓഡ് ഡേയിൽ എനിക്ക് വീണ്ടും 12 എന്നൊന്നുമില്ല, ഞാൻ 7ൻ്റെ ഇതായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 12 / വീണ്ടും 7 ചെയ്യുക. അപ്പോൾ എനിക്ക് എത്രയാണ്? 4 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. 5 5 ഓഡ് ഡേയ്സ് ആണ് വരുന്നത് അല്ലേ? സോ ഇത്രയിൽ ഈ 2000 10 വർഷത്തിലും മൊത്തത്തിൽ 5 ഓഡ് ഡേയ്സ് ആണ് ഇവിടെ 2 ഇടത്തായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് 5 ഓഡ് ഡേയ്സ് ആണ് വന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? 24 ഒക്ടോബർ 2011 കൂടെ ഉണ്ട് അല്ലേ? സോ 24 ഒക്ടോബർ 2011 വരെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ 24 ഒക്ടോബറിൽ ഞാൻ എന്ത് ചെയ്തു? ഒക്ടോബർ ഏറ്റവും അവസാനം വരുന്നതല്ലേ? സോ ഞാൻ എന്ത് ചെയ്തു? അതൊരു നോർമൽ ഇയറുമാണ്. സോ ഞാൻ ബാക്കി വരുന്ന ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഉണ്ട്, പിന്നെ ഒരു ഡിസംബർ ഉണ്ട് അല്ലേ? ഡിസംബറിലാണെങ്കിൽ 30 ദിവസമാണ് വരുന്നത് അല്ലേ? 31 ദിവസമാണ്. ദെൻ നവംബറിലാണെങ്കിൽ 30 ദിവസം. ഒക്ടോബറിലാണെങ്കിൽ 31 ദിവസമുണ്ട്. പക്ഷേ എനിക്ക് 31 ദിവസം വേണോ? റിമൈനിങ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക. സോ ഒക്ടോബർ 24 കഴിഞ്ഞ് ബാക്കി ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? ഇനി ഒരു 7 ദിവസം കൂടെ ഉണ്ട്. സോ ഇവിടെ ടോട്ടൽ അപ്പോൾ എത്രയായി? 67 ഡേയ്സ് ആണ് 1 ഇയർ ആകുന്നതിന് ലെഫ്റ്റ് ആയിട്ടുള്ള 67 ദിവസങ്ങൾ 1 ഇയർ ആകുന്നതിന് ലെഫ്റ്റ് ആയിട്ടുണ്ട്. സോ അപ്പോൾ അത് ചെയ്യുക. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 67 ദിവസങ്ങളാണുള്ളതെന്ന് കിട്ടി. സോ 67 ദിവസങ്ങളിൽ ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ 67 ദിവസം ഞാൻ 365 നിന്ന് മൈനസ് ചെയ്യണം. 67 ദിവസം ഞാൻ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് മൈനസ് ചെയ്തു. സോ എനിക്ക് വരുന്നത് 297 ഡേ എന്നാണ് വരുന്നത്. സോ എനിക്ക് 297 ദിവസമാണ് ഇതിൽ വരുന്നത്. 68
സോ അറുപത്തെട്ട് ദിവസങ്ങളാണ്, കാരണം ഡിസംബർ എന്ന് പറഞ്ഞാൽ 31 ദിവസം. 31. സോ 68 ദിവസമാണ്. സോ 365 എന്ത് ചെയ്തു, 68 ഞാൻ മൈനസ് ചെയ്തു. അപ്പോൾ റിമൈനിങ് എത്ര ഉണ്ട്, 297 ദിവസമാണ് ആ ഒരു വർഷം വരുന്നത്. സോ 297 ഡേയ്സ് ആണ് അവിടെ വരുന്നത് അല്ലേ. 297 ഡേയ്സ് ആണ് വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സോ ഈ 297 ദിവസത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്, 297 ഡിവൈഡഡ് ബൈ എത്രയാണ്, 7 ചെയ്യുക. 7 ചെയ്യുമ്പോൾ എനിക്ക് എത്ര വരുന്നത്, ഓഡ് ഡേ എന്ന് പറയുന്നത് 3 ഓഡ് ഡേ ആയിട്ടാണ് വരുന്നത്. 3 ഓഡ് ഡേ ആണ് അവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത്, റിമൈൻഡർ ആണ് എടുക്കേണ്ടത്. സോ 3 ഓഡ് ഡേയ്സ് വന്നു. സോ ആദ്യത്തേൽ എത്ര ഓഡ് ഡേ വന്നു, ആദ്യത്തേൽ ഒരു 5 ഓഡ് ഡേ വന്നില്ലേ, 2000. ഞാനിത് പറഞ്ഞായിരുന്നു, 2011 എന്ന് പറയുന്നത് 2011 ഒക്ടോബർ 24. ഇതെന്ന് പറയുന്നത് ഞാൻ 3 സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. 2000 എന്ന് പറഞ്ഞാൽ 0 ഓഡ് ഡേയ്സ്. 10 വർഷം എന്ന് പറയുന്നത് എനിക്ക് അവിടെ വരുന്ന ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ 5 ആണ്. മൊത്തത്തിൽ 5 ഓഡ് ഡേ എന്ന് വന്നു. ഇനി 24 ഒക്ടോബർ 2011 വരെ എനിക്ക് എത്ര ഓഡ് ഡേയ്സ് വന്നു, 3 ഓഡ് ഡേയ്സ് വന്നിട്ടുണ്ട്. 3 ഓഡ് ഡേ ആണ് വന്നേക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ 5ഉം 3ഉം കൂടെ ആഡ് ചെയ്യുക. സോ 5 + 3 മൊത്തത്തിൽ 8 ഓഡ് ഡേ ആണ് ഉള്ളത്. 7ൽ കൂടുതൽ വന്നാൽ ഞാൻ വീണ്ടും അത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ ഒരു ഓഡ് ഡേ ആയിട്ട് വരും. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് ഡേ ആണ്. സോ ഈ 1 എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 ആയിട്ട് വരുന്നു. ഞാൻ നേരത്തെ ഒരു കോഡ് പറഞ്ഞായിരുന്നു. സൺഡേ എന്ന് പറഞ്ഞാൽ 0 എന്ന് വന്നു, മൺഡേ എന്ന് പറഞ്ഞാൽ 1 വന്നു, ട്യൂസ്ഡേ 2 അപ് ടു സാറ്റർഡേ എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞു. സോ ഈ 1 എന്ന് പറയുന്ന ഓഡ് ഡേ ഏതിൽ വരുന്നു എന്ന് നോക്കുക. 1 എന്ന് പറയുന്നത് എന്താണ്, മൺഡേ ആണ്. 1 എന്ന് പറയുന്നത് മൺഡേ സൂചിപ്പിക്കുന്നതാണ്. സോ മൺഡേ ആയിരിക്കും എന്ത്, ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, മൺഡേ ആണ്. സോ ആൻസർ എന്താണ്, മൺഡേ ആണ്. സോ ഈ ഒരു ടൈപ്പാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ ഒരു വർഷം മാത്രം തരും. സോ അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇതേ മോഡലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 15th സെപ്റ്റംബർ 2005 എന്ന് പറയുന്നത് ഏതാണെന്ന് ചെയ്യാൻ നമുക്ക് ഇതേ മോഡൽ ചെയ്യാം. 15th സെപ്റ്റംബർ 2005. സോ അതിനെയും വീണ്ടും 3 സ്പ്ലിറ്റ് ചെയ്യുക. 2000 എന്ന് പറഞ്ഞെടുക്കുക. ദെൻ അടുത്തത് എന്താണ്, ബാക്കിയുള്ള 4 ഇയേഴ്സ് അല്ലേ. സോ വരുന്നത് 4 ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ട് 15th സെപ്റ്റംബർ 2005 വരെ. സോ ഈ 4 ഇയേഴ്സിൽ ഒരു ലീപ്പ് ഇയർ ആയിരിക്കും ഉള്ളത്, ബാക്കിയുള്ളത് 3ഉം നോർമൽ ഇയർ ആയിരിക്കും. സോ ഓഡ് ഡേ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 0 ആയിരിക്കും. ഇവിടെ അപ്പോൾ എത്രയാണ്, × 2 ആണ്, ദാറ്റ് ഈസ് 2 ഓഡ് ഡേ. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ 3 ഓഡ് ഡേ. അപ്പോൾ ഇത്രയും 5 ഓഡ് ഡേ ആയിട്ട് മാറി. ഇനി 15 സെപ്റ്റംബർ 2005 വരെയാണ്. സെപ്റ്റംബറിൻ്റെയും ഇതേപോലെ ചെയ്യുക. ഇതേപോലെ ചെയ്യുമ്പോൾ എനിക്ക് 15 സെപ്റ്റംബർ 2005 എന്ന് പറയുന്നത് എത്രയാണ്, 2005 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് നോക്കുക, അതൊരു നോർമൽ ഇയർ ആണ്. 2005 എന്ന് പറയുന്ന ഒരു നോർമൽ ഇയർ ആയതുകൊണ്ട് വീണ്ടും ഡിസംബറിൽ അതിൽ 31 ഡേയ്സ് ഉണ്ട്. നവംബറിലാണെങ്കിൽ 30 ഡേയ്സ് ആണ്. ഒക്ടോബർ ഉണ്ട്, ഒക്ടോബറിലും 31 ഡേയ്സ്. സെപ്റ്റംബറിൽ വരുമ്പോൾ 15, റിമൈനിങ് എത്ര ഉണ്ട്, 15 ദിവസവും കൂടെ ഉള്ളൂ. ഇതോ റിമൈനിങ് 15 കൂടെ ആണുള്ളത്. സോ അതും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് എത്ര വന്നു, സോ എനിക്ക് മൊത്തത്തിൽ 107 ഡേയ്സ് എന്ന് വന്നു. 107 ഡേയ്സ് എന്ന് വന്നു. സോ എന്ത് ചെയ്യുക, 365 നിന്നും ഈ 107 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. സോ 365 നിന്നും ഞാൻ എന്ത് ചെയ്തു, ഈ 107 മൈനസ് ചെയ്തു. സോ 107 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 258 ദിവസം എന്നാണ് വരുന്നത്. 255 ഡേയ്സ് ആണ് അവിടെ ഉള്ളത് അല്ലേ. എന്ന് വെച്ചാൽ 15 സെപ്റ്റംബർ 2005 വരെ 258 ദിവസമുണ്ട്. സോ അതിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. സോ ഞാൻ അത് കണ്ടുപിടിക്കാനായിട്ട് 258 ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. സോ അത് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ്, റിമൈൻഡർ എന്ന് പറയുന്നത് 6 ഓഡ് ഡേ എന്ന് വരും അല്ലേ. 6 ഓഡ് ഡേ എന്ന് വരും. ഇനി
ഇവിടെ 6 ഓഡ് ഡേ വന്നു 15 സെപ്റ്റംബർ 2005 വരെ 6 ഓഡ് ഡേ. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ എത്രയാണ് 5 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. സോ എന്ത് ചെയ്യുക, മൊത്തത്തിലുള്ള ഓഡ് ഡേയ്സ് ആഡ് ചെയ്യുക. 5 + 6 ടോട്ടൽ 11 ഓഡ് ഡേ ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യുക, 11 7നേക്കാൾ കൂടുതലാണ്. 7നേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, 11 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, റിമൈൻഡർ വരുന്നത് 4, റിമൈൻഡർ ഈക്വൽ ടു 4. സോ അവിടെ എത്ര ഓഡ് ഡേ ആണുള്ളത്, 4 ഓഡ് ഡേയ്സ് ആണുള്ളത്. സോ 4 എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഏതിനെയാണ്, നമുക്കറിയാം 4 സൂചിപ്പിക്കുന്ന ഏതാണെന്ന് വെച്ച് നോക്കാം. സോ എന്താണ്, സൺഡേ എന്ന് പറഞ്ഞാൽ 0 ആണ്, മൺഡേ 1, ട്യൂസ്ഡേ 2, വെനസ്ഡേ 3 ആൻഡ് എന്താണ് തേഴ്സ്ഡേ ആണ് എന്ത് 4 വരുന്നത്. സോ ആൻസർ തേഴ്സ്ഡേ ആയിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2, തേഴ്സ്ഡേ ആയിരിക്കും. സോ ഈ ഒരു 2 മെത്തേഡ് നമ്മൾ 2 ടൈപ്പ് പഠിച്ചു. ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു ഡേ തരുന്നത്, അത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. പിന്നെ ഒരു ഇയറോടൊപ്പം ഒരു ഡേ തരും, അത് നമ്മൾ റെഫറൻസ് പോയിന്റ് ഇല്ലാതെ കണ്ടുപിടിക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഒരു ടൈപ്പും കൂടാണ് നമുക്കുള്ളത്. റെഫറൻസ് പോയിന്റോട് കൂടി നമുക്കൊരു ഇത് തന്നേക്കും, അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. സോ ഇതെന്ന് പറഞ്ഞാൽ 16 ജാനുവരി 2015 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. എന്നാൽ 16 ജാനുവരി 2010 എന്ന് പറയുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ 16 ജാനുവരി 2015 എന്ന് പറയുന്നത് അല്ലേ. സോ 16 ജാനുവരി 2015 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. സോ ഫ്രൈഡേ ആണ്. ഇനി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് ബാക്കിലോട്ട് പോകും. നമുക്ക് ബാക്കിലത്തെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 2010 എങ്ങനെയാണെന്ന്, 5 വർഷമേ ഉള്ളൂ. സോ അത് ഓഡ് ഡേയ്സ് വെച്ച് കണ്ടുപിടിക്കണം. നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അടുത്തത് 16 ജാനുവരി 2014 ആണ് എങ്കിൽ ഇതിൽ നിന്ന് 1 കുറയ്ക്കുക. ഓക്കെ, ഫ്രൈഡേയിൽ നിന്ന് 1 കുറയ്ക്കുക. എന്താണ് ഇപ്പോൾ വരുന്നത്, തേഴ്സ്ഡേ വരും. ലീപ്പ് ഇയർ അല്ല, സാധാ ഇയർ ആണെങ്കിലാണ് 1 കുറയ്ക്കേണ്ടത്. ലീപ്പ് ഇയർ ആകുമ്പോൾ 2 ആണ് കുറയ്ക്കേണ്ടത്. സോ നമുക്കത് നോക്കാം. 16 ജാനുവരി 2014 എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ വന്നു. അടുത്തത് 16 ജാനുവരി 2013 എന്ന് പറയുന്ന വീണ്ടും 1 കുറച്ച് വന്നു. 1 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്ര വരുന്നത്, വെനസ്ഡേ ആണ് വരുന്നത്. സെയിം ഡേറ്റ് ആയതുകൊണ്ടാണ്. ദെൻ അടുത്തത് 16 ജാനുവരി 2012 എന്ന് പറയുന്നത് അല്ലേ. സോ 16 ജാനുവരി 2012 എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു ലീപ്പ് ഇയർ ആണ്. സോ അത് ലീപ്പ് ഇയർ ആയതുകൊണ്ട് നമ്മൾ അതേപോലെ നോക്കണം. ലീപ്പ് ഇയർ ആകുമ്പോൾ നമ്മൾ 2 ആണ് കുറയ്ക്കുന്നത്. ഓഡ് ഡേയ്സ് 2 എണ്ണമാണ്. സോ 2 കുറയ്ക്കണം. സോ 2 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്ര വരുന്നത്, വെനസ്ഡേ ആണ്. അതിപ്പോൾ മൺഡേ ആയിട്ട് മാറും. സോ ലീപ്പ് ഇയർ ആകുമ്പോൾ ഞാൻ എത്ര കുറയ്ക്കണം, 2 ഓഡ് ഡേ കുറയ്ക്കണം. അടുത്തത് വീണ്ടും 16 ജാനുവരി 2011 എന്ന് പറഞ്ഞ് വരുന്നത് എത്രയാണ്, 1 കുറയ്ക്കുക. 1 കുറയ്ക്കുമ്പോൾ എത്ര വരുന്നത്, വീണ്ടും സൺഡേ വന്നു. ഇനി അടുത്തത് 16 ജാനുവരി 2010 ആണ്. 16 ജാനുവരി 2010 എന്ന് പറഞ്ഞാൽ വീണ്ടും 1 കുറയ്ക്കുക. വരുമ്പോൾ എനിക്ക് എത്ര വരുന്നത്, ദാറ്റ് ഈസ് സാറ്റർഡേ എന്ന് വരും. സാറ്റർഡേ ആണ് വരുന്നത്. സോ 16 ജാനുവരി 2010 എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, സാറ്റർഡേ ആണ്. സോ ഇത് 5 വർഷം ഉണ്ടായതാണ് പെട്ടെന്ന് നമുക്ക് കിട്ടിയത്. സോ ഇത് സാറ്റർഡേ ആണ്. 1 കുറച്ച് പോയാൽ മതി. സോ നമുക്കിനി ഈ ഒരു മോഡലിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരു ടെക്നിക്കോട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കുമ്പോൾ 19 ജൂലൈ 2000 എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്. എന്നാൽ 15 ജൂൺ 2012 ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡേ ആണ്. ഓക്കെ, സോ 19 ജൂലൈ 2000 എന്ന് പറയുന്നത് അല്ലേ. സോ 19 ജൂലൈ 2000 ആണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 19 ജൂലൈ മുതൽ എന്താണ് എത്രയാണ് കണ്ടുപിടിക്കുന്നത്, 19 ജൂൺ വരെ ഉള്ള ടൈം കണ്ടുപിടിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കുവാണ്. 19 ജൂലൈ മുതൽ 19 ജൂൺ വരെ എത്ര വർഷമുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് എത്ര 12 വർഷങ്ങളുണ്ട് അല്ലേ. സോ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ നോക്കുന്നത് ഈ ഒരു മെത്തേഡിൽ 12 വർഷങ്ങളുണ്ട്. സോ അതാകുമ്പോൾ എത്ര ഓഡ് ഡേയ്സ് വരും, 1 ഓഡ് ഡേ വരത്തുള്ളൂ. കാരണം എന്താണ്, 12 ഡിവൈഡ് ബൈ നമ്മൾ വീണ്ടും ചെയ്യാണ്. സോ 19 ജൂലൈ 2000 മുതൽ
എത്രയാണ് 15 ജൂൺ 2012 വരെയാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇവിടെ മൊത്തത്തിൽ 12 വർഷങ്ങളുണ്ട് അല്ലേ, 12 ഇയേഴ്സ് ആണ് ഉള്ളത്. സോ 12 ഇയേഴ്സിൽ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് എത്ര ലീപ്പ് ഇയർ ഉണ്ട്, എത്ര നോൺ ലീപ്പ് ഇയർ അല്ലെങ്കിൽ നോർമൽ ഇയേഴ്സ് ഉണ്ടെന്നാണ്. സോ ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് 3 ലീപ്പ് ഇയേഴ്സും 9 നോൺ ലീപ്പ് ഇയറും സാധാ നോർമൽ ഇയറുമാണ് ഉള്ളത്. സോ അത് ചെയ്യുമ്പോൾ എനിക്ക് ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻറ്റു 2 6 എന്ന് വരും, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1 ആണ്, ദാറ്റ് ഈസ് 9 എന്ന് വരും. ടോട്ടൽ 15 ഓഡ് ഡേയ്സ് ആണുള്ളത്. 15 ഓഡ് ഡേ ആണെങ്കിൽ 15 ഡിവൈഡ് ബൈ 7 ചെയ്യുക, അപ്പോൾ എത്രയാണ് 1 ഓഡ് ഡേ എന്ന് വന്നു അല്ലേ. സോ 12 വർഷത്തിൽ 1 ഓഡ് ഡേ ആണ് ഉള്ളത്. സോ അത് വെച്ച് ചെയ്യുവാണെങ്കിൽ 19 ജൂലൈ 2000 മുതൽ 19 ജൂൺ 2012 വരെ എത്ര ഇതാണ് 1 ഓഡ് ഡേ ആണുള്ളത്. സോ 1 ഓഡ് ഡേ ആണെങ്കിൽ നമുക്ക് ഈ വെനസ്ഡേയുടെ കൂടെ എന്ത് ചെയ്യുക, വെനസ്ഡേയുടെ കൂടെ ഈ 1 ആഡ് ചെയ്ത് നോക്കുക, തേഴ്സ്ഡേ. അപ്പോൾ തേഴ്സ്ഡേ ആയിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഡേ കണ്ടുപിടിക്കുകയാണ്. തേഴ്സ്ഡേ ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്, തേഴ്സ്ഡേ ആണ്. അപ്പോൾ എന്ത് 19 ജൂൺ 2012 എന്ന് പറയുന്നത്. ഇനി നമുക്ക് 19 ജൂലൈ ആണേ. 19 ജൂലൈ 2012 എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് വരുന്നത്, വെനസ്ഡേ ആയിരിക്കും, തേഴ്സ്ഡേ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, 15 ജൂൺ 2012 ആണ് അല്ലേ. സോ 19 ജൂലൈ 2000 മുതൽ 19 ജൂലൈ 2012 വരെ 12 വർഷമാണ്. കറക്റ്റ് 12, എക്സാക്ട് 12 വർഷമുണ്ട്. ഈ 12 വർഷത്തിൽ 3 ലീപ്പ് ഇയേഴ്സും 9 നോൺ ലീപ്പ് ഇയേഴ്സും ഉണ്ടായിരിക്കും. സോ അവിടുത്തെ ഓഡ് ഡേ എന്ന് പറയുന്നത് 1 ഓഡ് ഡേയും ആയിട്ട് വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി 15th ജൂൺ മുതൽ 19th ജൂലൈ വരെ അല്ലേ. 15th ജൂൺ മുതൽ 19th ജൂലൈ, ഒരു വർഷത്തെ ഇതുണ്ട്. എത്ര ഡേയ്സുകൾ ഇവർ തമ്മിലുണ്ടെന്ന് നോക്കാം, 15th ജൂൺ മുതൽ 19th ജൂലൈ വരെ. സോ ജൂണിലെന്ന് പറയുന്നത് 30 ഡേയ്സ് ആണുള്ളത്, ആൻഡ് ജൂലൈ എന്ന് പറയുന്നത് എത്രയാണ് 31 ഡേയ്സ് ഉണ്ട്. സോ ആ ഒരു ഇത് കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുക. സോ ജൂണിൽ 30 ഡേയ്സും ജൂലൈയിൽ 31st ഡേയ്സും ആണുള്ളത്. സോ ബാലൻസ് എത്ര ആണെന്ന് നോക്കുക. ബാക്കി 15 വെച്ചാൽ 19 ആണ്. 19 ജൂലൈയിലപ്പോൾ 19 ജൂണിലപ്പോൾ 15 ഡേയ്സും കൂടെ ആണുള്ളത്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, 15 + 19 ചെയ്യുക. അപ്പോൾ 34 ദിവസങ്ങളാണ് ഇവരുടെ ഇടയിലുള്ളത് അല്ലേ. 34 ഡേയ്സ് ഈ എന്താണ് 15 ജൂൺ മുതൽ 19 ജൂലൈ വരെ 34 ദിവസങ്ങൾ ഇവരുടെ ഇടയ്ക്കുണ്ട്. സോ ഈ 34 ദിവസത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. സോ 34 ദിവസത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ട്, 34 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് വരുന്നത്, സോ 6 ആണ് വരുന്നത്. 6 ഓഡ് ഡേയ്സ് ആണുള്ളത് അല്ലേ. സോ 6 ഓഡ് ഡേയ്സ് ആണ് ഇവരുടെ ഇടയ്ക്കുള്ളത്. സോ ഈ 6 ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 6 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. സോ ഈ 6 ഓഡ് ഡേയ്സ് എന്താ ചെയ്യുക, നമുക്ക് ആദ്യമേ കിട്ടിയായിരുന്നു എത്താണ് 19 ജൂലൈ 2012 എന്ന് പറയുന്ന റെഫറൻസ് പോയിന്റ് കിട്ടിയേക്കുന്നത് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേയിൽ നിന്ന് എന്ത് ചെയ്യുക, 6 കുറയ്ക്കുകയാണ് വരുന്നത്, കാരണം അടുത്ത വർഷത്തിലോട്ട് പ്രീവിയസ് ഇയറിലോട്ട് വരുവാണ്. സോ തേഴ്സ്ഡേയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഈ 6 കുറയ്ക്കണം. തേഴ്സ്ഡേയിൽ നിന്ന് 7 കുറച്ചായിരുന്നെങ്കിൽ തേഴ്സ്ഡേ തന്നെ എത്തിയേനെ. സോ തേഴ്സ്ഡേയിൽ നിന്നും 6 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ എത്തുന്നത്, ഫ്രൈഡേ ആണ് എത്തുന്നത് അല്ലേ. സോ പ്രീവിയസിലോട്ട് പോയാൽ മതി. തേഴ്സ്ഡേയിൽ നിന്നും 6 കുറയ്ക്കുക, ദാറ്റ് ഈസ് ഫ്രൈഡേ ആണ് നമുക്ക് എത്തുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ 19 ജൂലൈ 2000 തൊട്ട് 15 ജൂൺ 2012 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 19 ജൂലൈ 2000 തൊട്ട് 19 ജൂലൈ 2012 വരെ നമുക്ക് 12 വർഷമുണ്ട്. സോ ഈ 12 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ എത്ര നോൺ ലീപ്പ് ഇയർ എന്ന് കണ്ടുപിടിച്ചു. 3 ലീപ്പ് ഇയറും എത്രയാണ്, ബാക്കിയുള്ള 9 നോൺ ലീപ്പ് ഇയർ ഇയേഴ്സുമാണ്. സോ അവിടെ മൊത്തത്തിൽ എത്ര ഉണ്ട്, ദാറ്റ് ഈസ് 9, 6 + 9 15. ഒരു ഓഡ് ഡേ ആയിരുന്നു
ഇവിടെ വന്നിരുന്നത്, ഒരു ഓഡ് ഡേ ആണ് ഇവിടെ വന്നിരുന്നത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ 19 ജൂലൈ ആകുമ്പോൾ അപ്പോൾ വെനസ്ഡേയുടെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുക, നമുക്ക് അപ്പോൾ തേഴ്സ്ഡേ എന്ന് പറഞ്ഞ് വാല്യൂ കിട്ടും. തേഴ്സ്ഡേ ആയിരിക്കും വരുന്നതെന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ ആണ് വന്നേക്കുന്നത്. ഇനി 15 ജൂൺ 2012 എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. ഇനി ജൂലൈ 19 മുതൽ ജൂൺ 15 വരെ എത്ര ഡേ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ ഇത് തമ്മിൽ എത്ര ഡേയ്സ് ഉണ്ട്? 34 ഡേയ്സ് ആണ് ഉള്ളത്. ഈ 34 ഡേയ്സിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട്, എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. 34 ഡിവൈഡ് ബൈ 7 ആണ് ചെയ്യേണ്ടത്. സോ 34 ഡിവൈഡ് ബൈ 7 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ഈസ് 6 എന്നാണ് റിമൈൻഡർ കിട്ടുന്നത്. ഓഡ് ഡേ എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. സോ ഈ 6 ആണ് അപ്പോൾ എന്ത്? ഓഡ് ഡേ എന്ന് പറയുന്നത്. നമുക്കിപ്പം കിട്ടിയ തേഴ്സ്ഡേയുടെ കൂടെ ഈ 6 മൈനസ് ആണ് ചെയ്യേണ്ടത്. സോ തേഴ്സ്ഡേ മൈനസ് 6 ചെയ്യുക. ദാറ്റ് ഈസ് ഫ്രൈഡേ ആണ് എന്ത് നമുക്ക് കിട്ടേണ്ട ആൻസർ. ദാറ്റ് ഈസ് 15th ജൂൺ 2012 എന്ന് പറയുന്നത് എത്രയാണ്? ഫ്രൈഡേ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ഒരു 3 ടൈപ്പിലായി ഈ ഒരു 5 ക്വസ്റ്റ്യൻ കൊണ്ടിട്ട് നമ്മൾ നേരത്തെ കവർ ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയറിൻ്റെ ഒരു 60 to 70% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ബേസിക് ആണ്. സോ ഈ ബേസിക് വെച്ചിട്ട് നമ്മൾ ഇനിയും ഇതിൻ്റെ അഡ്വാൻസ് ലെവലിൽ പോകുന്നതാണ്. സോ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്തതാണ്. കലണ്ടർ എന്ന് പറയുന്നത് തിയറി പോർഷൻ ആണ് ആക്ച്വലി, ബട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഐറ്റവുമാണ്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.